അതോടൊപ്പം തന്നെ മറ്റൊരു സർക്കാരിന്റെ പദ്ധതിയാണ് കോൺസ്റ്റിറ്റ്യുവന്റ് ക്യാമ്പസ്. സംസ്ഥാനത്ത് 2 ക്യാമ്പസുകളെയാണ് അങ്ങനെ സർക്കാർ ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് തിരുവനന്തപുരം CET, മറ്റൊന്ന് തൃശൂർ മെഡിക്കൽ കോളേജ്. ഇവിടെ സർക്കാരിന്റെ നേരിട്ട് കീഴിലുള്ള കോളേജാണ് CET. CETയുടെ പ്രത്യേകത നമുക്കറിയാം. രാജ്യത്തെ IITകളുടെ ലിസ്റ്റിംഗിൽ ഏറ്റവും നല്ല ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കിട്ടുന്ന ക്യാമ്പസുകളുടെ ലിസ്റ്റ് എടുത്താൽ IITകളോടൊപ്പം മത്സരിക്കുന്ന ക്യാമ്പസാണ് CET. CETയിൽ നിന്ന് പഠിച്ചിറക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഏത് കമ്പനിക്കും കൊടുക്കാൻ കഴിയുന്ന പ്രൊഫൈലിൽ CETയിൽ നിന്ന് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് എന്നത് തന്നെയാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ക്യാമ്പസിനെ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സർക്കാരാണ്. സർക്കാർ ഫണ്ടിങ്ങിലാണ് അത് മുന്നോട്ട് പോകുന്നത്. പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലാണ് അത് പോകുന്നത്. എന്നാൽ UDF സർക്കാർ വന്നതിനു ശേഷം ഒരു പുതിയ പേരിട്ടു, കോൺസ്റ്റിറ്റ്യുവന്റ് ക്യാമ്പസ്. അപ്പൊ എല്ലാരും കരുതി പേര് ഗംഭീര പേരാണ്, പേര് ഗംഭീരമായതുകൊണ്ട് പദ്ധതിയും ഗംഭീരമായിരിക്കും. ഇതുവരെ ആളുകൾക്ക് ഇതിന്റെ അപകടം മനസ്സിലായിട്ടില്ല എന്നാണ് കരുതുന്നത്. ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഈ എഞ്ചിനീയറിംഗ് കോളേജിനെ നേരെ KTU സർവകലാശാലയുടെ കീഴിലാക്കാനാണ് ഈ തീരുമാനം. അതായത് സംസ്ഥാന സർക്കാർ നേരിട്ട് ഫണ്ട് ചെയ്യുന്ന ഈ കോളേജിന് ശരാശരി വരുന്ന ചെലവുകളൊക്കെയും KTU സർവകലാശാലയുടെ തലയിലിട്ടും വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ആനുകൂല്യം സർവകലാശാലയുടെ തലയിലേക്ക് ഇടുമ്പോൾ സർവകലാശാല സ്വാഭാവികമായും ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ആനുകൂല്യത്തെ റദ്ദാക്കി ശരാശരി 2 ലക്ഷം രൂപ ഒരു വർഷം വിദ്യാർത്ഥികളിലേക്ക് ഫീസിനത്തിൽ വർദ്ധിപ്പിക്കും എന്ന പ്രശ്നം നിലനിൽക്കുന്ന സ്ഥലമായി കോൺസ്റ്റിറ്റ്യുവന്റ് ക്യാമ്പസുകൾ മാറും. എന്നുവെച്ചാൽ സർക്കാർ നേരിട്ട് നടത്തുന്ന ഒരു ക്യാമ്പസിൽ നിന്ന് അത് സർക്കാരിന്റെ കയ്യിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് കൈമാറുമ്പോൾ യൂണിവേഴ്സിറ്റി തീരുമാനിക്കുന്ന ഫീസ് സ്ട്രക്ചറിലേക്ക് ആ കോളേജിനെ മാറ്റും. അങ്ങനെ മാറ്റുമെന്ന് മാത്രമല്ല, കേരളത്തിലെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ സർക്കാർ UDF ഭരിക്കുമ്പോൾ KTU സർവകലാശാല സംഘപരിവാറിന് നേരിട്ട് ഇടപെടാൻ കഴിയുന്ന, ഗവർണർ നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, സിസ തോമസിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പസാക്കി CETയെ മാറ്റാൻ കഴിയുമെന്നുള്ള വിഷയം കൂടി അവിടെ ഉയരും. അതായത് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ഇന്നത്തെ ഫീസ് ആനുകൂല്യം, വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ഇന്നത്തെ അവരുടെ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള മറ്റ് പഠന അന്തരീക്ഷം, ഹോസ്റ്റൽ ഫെസിലിറ്റി, അങ്ങനെ എല്ലാത്തിനും ഇന്ന് സർക്കാർ നിശ്ചയിക്കുന്ന പാരാമീറ്ററോ തുകയോ ഫീസോ അതിൽ നിന്നും മാറി നേരെ 50% വർധനവിലേക്കും അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോ KTU സർവകലാശാലയ്ക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ആ കോളേജ് മാറും. KTU സർവകലാശാലയ്ക്ക് കീഴിലേക്ക് ഈ കോളേജ് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യമുണ്ട്. യൂണിവേഴ്സിറ്റി കൊണ്ടുവരില്ല, യൂണിവേഴ്സിറ്റിയുടെ ഗുണഫലത്തിനാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. KTUവിന്റെ ആസ്ഥാനത്ത് ഒരു കോളേജ് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിന്റെ സങ്കല്പമായി ഇവർ പറയുന്നത്. പക്ഷെ KTU ആസ്ഥാനം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഇവിടെയല്ല, അത് തിരുവനന്തപുരത്ത് മറ്റൊരു പ്രദേശത്താണ്. ഇപ്പോ KTU ആസ്ഥാനം പ്രവർത്തിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള സ്ഥലത്താണ്. പുതിയ സ്ഥിരം ക്യാമ്പസ് വരാൻ വേണ്ടി പോകുന്നത് വിളപ്പിൽ ശാലയിലാണ്. KTUയുടെ സ്ഥിരം ക്യാമ്പസ് വിളപ്പിൽ ശാലയിലുമാണ് വരുന്നത്. എന്നാൽ ഇത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി സംഘപരിവാറിന്റെ കൈകളിലേക്ക് CETയെ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി സർക്കാർ, പ്രത്യേകിച്ച് VD സതീശൻ ബജറ്റിൽ കൊടുത്ത ഓമന പേരാണ് കോൺസ്റ്റിറ്റ്യുവന്റ് ക്യാമ്പസ്. ഈ കോൺസ്റ്റിറ്റ്യുവന്റ് ക്യാമ്പസ് വിദ്യാർത്ഥി വിരുദ്ധമാണ്. CETയിൽ പഠിക്കുന്ന 10,000 വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമായി അത് മാറി. കോൺസ്റ്റിറ്റ്യുവന്റ് ക്യാമ്പസിലേക്ക് CETയെ പരിവർത്തനപ്പെടുത്താൻ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് SFIക്ക് വേണ്ടി പറയാനുള്ളത്. കോൺസ്റ്റിറ്റ്യുവന്റ് ക്യാമ്പസുകൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല, അത് വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള കേന്ദ്രങ്ങളായി മാറും. പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സർവകലാശാലകൾ ഗവർണർ നേരിട്ടിടപെടുകയാണ്. പക്ഷെ ക്യാമ്പസുകളിലേക്ക് അത് എത്താൻ കഴിഞ്ഞിട്ടില്ല. ക്യാമ്പസുകളിലേക്ക് ഗവർണർക്ക് ഇതുവരെ കയറി ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളാക്കി
CETയെയും തൃശൂർ മെഡിക്കൽ കോളേജിനെയും കൂടി മാറ്റാനുള്ള ഇടപെടലായാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. വീണ്ടും ഹരിയസ് കർത്തയുടെയും VD സതീശന്റെയും തിരക്കഥയിൽ വന്ന ഓമന പേരാണ് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂവന്റ് ക്യാമ്പസ്. പേരൊക്കെ കൊള്ളാം, പക്ഷെ ഉള്ളിലിരിപ്പ് തനി സംഖ്യയാണ്, തനി സംഘബോധമാണ്. അപ്പൊ ഈ നിലയിലേക്ക് വീണ്ടും ആ ക്യാമ്പസിനെ കൊടുക്കാൻ അനുവദിക്കാൻ കഴിയില്ല. ശക്തമായ സമരം കോൺസ്റ്റിറ്റ്യൂവന്റ് ക്യാമ്പസുകൾക്കെതിരെ, അതിന്റെ തീരുമാനത്തിനെതിരെ SFI ഏറ്റെടുക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. സർക്കാർ നടത്തേണ്ട ചെലവാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ 10 വർഷവും കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ CETയുടെ ചെലവിനെ കുറിച്ച് ഒരു ബുദ്ധിമുട്ടും ഒരു സർക്കാരും പറഞ്ഞിട്ടില്ലല്ലോ, മന്ത്രിയോ മുഖ്യമന്ത്രിയോ പറഞ്ഞിട്ടില്ലല്ലോ. CETയുടെ ചെലവും സർക്കാർ നേരിട്ട് നടത്തുന്ന ക്യാമ്പസുകളുടെ ചെലവും ഒക്കെയും അത് അങ്ങനെ തന്നെയാണ് ഏറ്റെടുക്കാറ്. അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആ നിലയിൽ തന്നെയാണ് കാണുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രീമിയറായ ഇൻസ്റ്റിറ്റ്യൂഷനായി അത് വളർന്നത് അത്തരത്തിൽ സർക്കാർ നേരിട്ട് അതിനെ ശ്രദ്ധിക്കുന്നതിന്റെ ഭാഗമായാണ്. അപ്പൊ അങ്ങനെ വളർന്നു വന്നിട്ടുള്ള ക്യാമ്പസിനെ സർവകലാശാലയുടെ തലയിലിട്ട് രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞ്, സാമ്പത്തിക കാരണങ്ങൾ പറഞ്ഞ് അവരുടെ തലയിലേക്ക് വെച്ചുകൊടുക്കുമ്പോൾ സർവകലാശാല സ്വാഭാവികമായും അവരുടെ ഓൺ ഫണ്ടിലോ മറ്റേതെങ്കിലും ഫണ്ടിങ്ങിലോ തുച്ഛമായ തുക കൊടുത്ത് വിദ്യാർത്ഥികളിൽ നിന്ന് കൂടുതൽ ഫീസ് ഈടാക്കിക്കൊണ്ട് ഈ ക്യാമ്പസിനെ മുന്നോട്ട് കൊണ്ടുപോകാനേ ശ്രമിക്കും. അപ്പൊ അത് ശരിയല്ല. അതുകൊണ്ട് അടിയന്തരമായി ഈ തീരുമാനം പിൻവലിക്കപ്പെടണം. അല്ലാത്ത പക്ഷം അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവർ തീരുമാനിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലാത്ത പക്ഷം ശക്തമായ സമരം കോൺസ്റ്റിറ്റ്യൂവന്റ് ക്യാമ്പസുകൾക്കെതിരെ SFI ഏറ്റെടുക്കും എന്നുള്ളതാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനമെങ്കിൽ ആ സമരം പ്രഖ്യാപനം കൂടിയായി ഈ മാധ്യമ സമ്മേളനം മാറും എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാനത്തെ കീമ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ്. കീമ് പരീക്ഷ വേണമോ വേണ്ടയോ എന്ന് ആലോചിക്കുകയാണ് എന്ന് റോജി M. ജോൺ പറഞ്ഞതായി കേട്ടു. അപ്പൊ അതിന്റെ കാരണമായി അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനത്ത് നിന്ന് കുറെ കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ആന്ധ്രയിലേക്കൊക്കെ കുട്ടികൾ പോവാണ്. അപ്പൊ അവരെവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇവിടുത്തെ കീം പരീക്ഷ വേണമോ എന്ന് ആലോചിക്കും. എൻട്രൻസ് എക്സാമിനേഷൻ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് വേണമോ എന്ന് ആലോചിക്കുമെന്നാണ്. കീം എൻട്രൻസ് എക്സാമിനേഷൻ വേണമോ വേണ്ടയോ ആലോചിക്കൂ എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, അതിനു പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികളെ ആകർഷിക്കുമെന്ന് കൂടിയാണ്. ഇപ്പോ ഈ കഴിഞ്ഞ വർഷത്തെ അധ്യയന വർഷത്തെ ഒരു ശരാശരി കണക്കെടുത്ത് നോക്കുമ്പോൾ 75,000 സീറ്റുകളാണ് സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗിൽ ഉള്ളത്. അതിൽ 50,000 സീറ്റുകളാണ് ഫില്ല് ചെയ്യപ്പെട്ടത്. 25,000 സീറ്റുകൾ വേക്കന്റ് ആണ്. ഈ കാരണം ചൂണ്ടിക്കാണിച്ചാണ് ഈ കീമ് പരീക്ഷ നടത്തി അത് പൂർത്തീകരിച്ച് അതിന്റെ റിസൾട്ട് വന്ന് അഡ്മിഷൻ പ്രോസസ്സ് നടന്ന് സ്വകാര്യ കോളേജുകളിൽ ഉൾപ്പെടെ കുട്ടികൾ അഡ്മിഷൻ എടുക്കാതെ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോകുന്നു. ഈ കാരണം വെച്ചാണ് ഇത് നടപ്പിലാക്കണമെന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ ആലോചനയൊക്കെ നടത്തുമ്പോൾ മിനിസ്റ്ററോട് ചോദിക്കാനുള്ളത്, KTU സർവകലാശാലയാണല്ലോ നമ്മുടെ സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗിനെ ആകെ തുകയായി നോക്കുന്നു. KTU സർവകലാശാലയിൽ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒന്നുമില്ലാത്ത ഒരു പ്രത്യേക സമ്പ്രദായമുണ്ട്, ഇയർ ഔട്ട്.